ജീവന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചും ഗർഭചിത്രത്തിനെതിരെയുള്ള മുന്നേറ്റവുമായ മാർച്ച് ഫോർ ലൈഫ് ചെന്നൈക്ക് നവ്യാനുഭവമായി മാറി. ഇന്ത്യയിൽ നടന്ന 5ാമത് മാർച്ച് ഫോർ ലൈഫിന് ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജാണ് വേദിയായത്. മദ്രാസ് മൈലാപ്പൂർ അതിരൂപതയുടെ ആതിഥേയത്വത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന ഈ പ്രോലൈഫ് മുന്നേറ്റത്തെ ശ്രദ്ധേയമാക്കിയത് യുവജന സാന്നിധ്യമായിരുന്നു. മിനി മാരത്തോണോടുകൂടിയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും പ്രോലൈഫ് പ്രദർശനവും നടന്നു. ദിവ്യകാരുണ്യ പ്രദക്ഷിണമായി നടന്ന ജെറീക്കോ മാർച്ച് വിശ്വാസ പ്രഘോഷണ റാലിയായി മാറി. മഴയെ അവഗണിച്ച് ജപമാല ചൊല്ലിയാണ് റാലി മുന്നോട്ട് നീങ്ങിയത്. ഇന്ന് നടന്ന യുവജന സംഗമത്തിൽ പ്രോലൈഫ് അനുഭവങ്ങൾ പങ്കുവച്ച സെക്ഷൻ ഏറെ ശ്രദ്ധേയമായിരുന്നു. തൃശൂർ കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് ഒരാൾക്ക് 9 സിസേറിയനുകൾ നടത്തിയ അനുഭവം പങ്കുവച്ചു. യുവജനങ്ങളുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശ്രദ്ധേയമായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പൂള, മദ്രാസ് മൈലാപ്പൂർ അതിരൂപതാധ്യക്ഷൻ ജോർജ് ആന്റണി സ്വാമി, ആർച്ച് ബിഷപ്പുമാരായ ഫ്രാൻസിസ് കാലിസ്, ബിഷപ്പുമാരായ ജെറാൾഡ് മത്തിയാസ്, അന്തോണി സ്വാമി, നീതി നഥാൻ, നിയമസഭാ സ്പീക്കർ JCD പ്രഭാകർ, കാരുണ്യ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ പോൾ ദിനകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്പീക്കർ JCD പ്രഭാകർ മാർച്ച് ഫോർ ലൈഫ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. അമ്മമാരുടെ ഉദരങ്ങളിൽ വെച്ച് വധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി മാർച്ച് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് നടത്തിയ പ്രാർത്ഥന ഹൃദയസ്പർശിയായി. ഷാലോം ന്യൂസ്, ചെന്നൈ.